ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് എബ്രായലേഖനം 11 അധ്യായം 1 വാക്യത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്നതോ ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 1, അതാണ് കുറിവാക്യമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നൊരു ഉറപ്പം, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ശക്തിയുടെ ഒരിക്കൽ കൂടെ. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 4 ടൈപ്പ് ഒരു വിശ്വാസം നമ്മൾ കാണുവാനിടയായിത്തീർന്നു. ഒന്ന് നമ്മൾ ചിന്തിച്ചത് അൺബിലീഫ്, അവിശ്വാസം. രണ്ടാമത് പഠിച്ചത് നോ ഫെയ്ത്ത്, വിശ്വാസമില്ല. മൂന്നാമത്തത് വീക്ക് ഫെയ്ത്ത്, ബലഹീന വിശ്വാസം. 4 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോങ് ഫെയ്ത്ത്, എഫക്റ്റീവ് ഫെയ്ത്ത്. ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത് എഫക്റ്റീവ് ഫെയ്ത്ത്. എഫക്റ്റീവ് ഫെയ്ത്തിൻ്റെ എങ്ങനെ വെളിപ്പെടുവാനിടയായിത്തീരും? നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വിഷയമല്ല. വിശ്വാസം ഉള്ളിൽ മാത്രം ഇരിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു ഗുണവുമില്ല. വിശ്വാസമെന്ന് അത് പ്രാവർത്തികമായിട്ട് വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ കൂടെ അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല എങ്കിൽ വിശ്വാസമെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ശ്രദ്ധിക്കുക വേർഡ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പലതും പറയുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, വിശ്വാസം പ്രവൃത്തിയില്ലാത്തതാകുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പ്രവൃത്തി ഉണ്ട് എങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഗുണമുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുകയുണ്ടായ അവസാന കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുക എന്ന് പറയുന്നത്. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിലില്ല. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കാണുവാൻ ആഗ്രഹിക്കുന്നത് ഭക്തി നമ്മൾ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ശക്തി നമ്മൾക്കൂടെ വെളിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക ഈ വേർഡ്. ഭക്തിയുടെ വേഷമുണ്ട്, അതിൻ്റെ ശക്തിയില്ല എങ്കിൽ ഈ ഭക്തി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് എന്ത് നമ്മൾ പഠിച്ചു? ബലഹീന വിശ്വാസം, ബലഹീന വിശ്വാസം. ഇതിൽ 3: 1 അൺബിലീഫ്, 2 നോ ഫെയ്ത്ത്, 3 വീക്ക് ഫെയ്ത്ത്. ഈ 3 വിശ്വാസത്തെയും കൊണ്ട് ദൈവത്തിന് യാതൊരു ഗുണവുമില്ല. ഈ 3 കൂട്ടം ആൾക്കാരെ ദൈവം ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 3 കൂട്ടം ആൾക്കാരെയും കർത്താവ് കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ 3 കാറ്റഗറിയിൽ 3 രീതിയിൽ ഏതെങ്കിലും ഒന്നിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ട്രോങ് ഫെയ്ത്താണ്. അത് ഇന്നലെ ദൈവസന്നിധിയിൽ വന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈ നാളുകളായിട്ട് 10 കൊല്ലമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, 50 കൊല്ലമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ആരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ യേശു ആഗ്രഹിക്കുന്നത് സ്ട്രോങ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. പ്രധാനമായിട്ട് സ്ട്രോങ് ഫെയ്ത്ത് നമ്മൾ 3 വാക്കുകൾ കൂടെയാണ് നമ്മളതിനെ കാണുന്നത്. 1 നമ്മളത് പഠിക്കുകയുണ്ടായി, ഇറ്റ് ഈസ് സ്ട്രോങ് ഫെയ്ത്ത്. എഫക്റ്റീവ് ഫെയ്ത്തിൻ്റെ 3 വാക്കുകൾ. 1 ഇറ്റ്സ് സ്ട്രോങ് ഫെയ്ത്ത്. 2 നമ്മൾ കണ്ടത് ആ വിശ്വാസത്തെ പ്രത്യേകത ഫിൽഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിറഞ്ഞു. 3 നമ്മൾ കണ്ടത് ഹെൽത്തി ഫെയ്ത്ത്, ആരോഗ്യമുള്ള വിശ്വാസം. ഇത് എങ്ങനെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും? പ്രധാനമായിട്ട് 2 അതിൻ്റെ മുഖാന്തരങ്ങളാണ്, 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഹെൽത്തി ഫെയ്ത്ത് അഥവാ എഫക്റ്റീവ് ഫെയ്ത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത, ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗാഡ്. ദൈവത്തിൽ അത് ആശ്രയിക്കുന്നു, ദൈവത്തിൽ പരിപൂർണമായി ചാരുന്നു. ദൈവത്തിലാണ് എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഈ ഫെയ്ത്ത് സ്ട്രോങ് ആണെങ്കിൽ അവർ ദൈവത്തിൽ പരിപൂർണമായി ചാരുന്നു. അവർക്ക് അചഞ്ചലമായിരിക്കുന്ന ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളത് ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. 2ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്, സ്ട്രോങ് ഫെയ്ത്ത് ഈസ് മോർ കൺസേൺഡ് വിത്ത് ഇറ്റ്സ് ലൈഫ് ദാൻ ഇറ്റ്സ് സൈസ്. അതിൻ്റെ വലിപ്പത്തിലല്ല പ്രാധാന്യം, അതിൻ്റെ ജീവനിലാണ് പ്രാധാന്യം. ദാൻ ഇറ്റ്സ് സൈസ്, അതിൻ്റെ വലിപ്പത്തിലല്ല പ്രാധാന്യം അർഹിക്കുന്നത്, അതിൻ്റെ ജീവനാണ്. അപ്പോൾ വിശ്വാസം ജീവനുള്ളതായി മാറ്റപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്ന രാത്രിയിൽ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇന്നത്തെ പോയിന്റ് നോട്ട് ചെയ്താട്ട്, എഫക്റ്റീവ് ഫെയ്ത്ത് ഗ്രോസ് അണ്ടർ പ്രഷർ. എഫക്റ്റീവ് ഫെയ്ത്ത് അഥവാ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതിൻ്റെ ഒരു പ്രാധാന്യതയാണ് ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും അത് വളർന്നുകൊണ്ടേയിരിക്കും, അതൊരു വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, കർത്താവായ യേശു ക്രിസ്തുവിനെ
ഈ പിശാച് പരീക്ഷിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തി. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തു മടങ്ങി വന്നത് എങ്ങനെയും ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ ആത്മാവിൽ ബലപ്പെട്ട് മടങ്ങി വന്നു. അപ്പോൾ ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ തന്നെയും, പിശാചുമാർക്കൊരു യുദ്ധമാണ് യേശു ക്രിസ്തുവോട് ചെയ്തെങ്കിൽ തന്നെയും, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരല്പം പോലും ദൈവശക്തി കുറഞ്ഞതായിട്ട് കാണുന്നില്ല. അത് ശക്തിയോടെ മടങ്ങി വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രതികൂലങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ ദൈവമക്കളെ തളർത്തുകയില്ല, അത് വളർത്തുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ പ്രതികൂലങ്ങൾ വളർത്തും. എഫക്റ്റീവായിരിക്കുന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ നമ്മളെ വളർത്തുവാനായിട്ടിടയായിത്തീരും. ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അതിനാധാരമായിട്ട് മാത്യു ചാപ്റ്റർ 20, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്യു ചാപ്റ്റർ 20 വേഴ്സ് 30 and 31. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിൽ നിന്ന് കടന്നു പോകുകയാണ്. യെരിഹോവിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചു. യേശു ക്രിസ്തു വഴിയെ കടന്നു പോകുന്നെന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന ഈ 2 കുരുടന്മാർ, അതാണ് അവരുടെ വിശ്വാസത്തെയാണ് ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. ഈ 2 പേർ യേശുവാണ് അത് വഴിയിൽ കൂടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു കാര്യം വിളിച്ചു പറയുവാനായിട്ടിടയായിത്തീർന്നു, യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇവരുടെ ആവശ്യം, എന്തായിരുന്നു ഇവരുടെ ആഗ്രഹം. വേഴ്സ് 33, 33-ാമത്തെ വാക്യം. ഇവർക്ക് വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. വെറുതെ അല്ല യേശുവിനെ അനുഗമിപ്പാനായിട്ട് അവർ ആഗ്രഹിച്ചത്. വെറുതെ അല്ല യേശുവിനെ വിളിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. യേശുവേ എന്നവർ വിളിച്ചപ്പോൾ അവരുടെ മുൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം. അവർക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് കാഴ്ച വേണം. ഈ കാഴ്ച വേണമെന്നുള്ള വിഷയം വരുമ്പോൾ തന്നെ ഒരു കാര്യം അവർക്കറിയാം, അവർ കടന്നു ചെല്ലുവാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ദ റൈറ്റ് കാൻഡിഡേറ്റാണ്. തങ്ങളുടെ കണ്ണിന് കാഴ്ച കൊടുക്കുവാൻ തക്കവണ്ണം യോഗ്യമായിരിക്കുന്ന വ്യക്തി. ഒരു പക്ഷെങ്കിൽ മറ്റ് പല മാർഗങ്ങൾ ഇതിനു മുൻപ് അവർ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ മാർഗങ്ങളും പരാജയമായി തീർന്നപ്പോൾ ഇവിടെ ഒരു മാർഗം കണ്ടു. ഈ യേശു തൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ശക്തനെന്നോ അവർ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. അവർ പരിപൂർണമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ഹീനമായിരിക്കുന്ന ജോലി ചെയ്യുന്നവർ, സമൂഹത്തിൽ യാതൊരു വിലയുമില്ലാത്തവർ, മറ്റാരും ഒരു മാന്യത പോലും കൊടുക്കാതിരുന്നവർ, എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കി, യേശുവിനെ അവർ മനസ്സിലാക്കി. അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും അവർ റെക്കഗ്നൈസ് ചെയ്തു. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഒന്ന്, അവർ ഹൂ ഈസ്, അവൻ ആര് എന്ന് മനസ്സിലാക്കി. 2, എന്താണ് അവരുടെ നീഡ്, വാട്ട് ഈസ് ദെയർ നീഡ്, അതും അവർ മനസ്സിലാക്കി. ഈ 2 കാര്യം മനസ്സിലാക്കിയതാണ് അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുവാൻ കാരണമായി തീർന്നത്. എന്തായിരുന്നു സ്ട്രോങ് ഫെയ്ത്ത് ചെയ്തത്? അവർ മനസ്സിലാക്കി, ഈ യേശുവിന് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ സാധിക്കും, ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു അനുഗ്രഹം അവർ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ സാഹചര്യം ഒന്നും അനുകൂലമായിരുന്നില്ല. ഇവർ വഴിയുടെ ഒരു മൂലക്കിരുന്നുകൊണ്ടാണ് ഇവർ വിളിച്ചു പറയുന്നത്, യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണം. വഴിയെ പോകുന്നവർ എല്ലാവരും ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, മിണ്ടാതിരിക്കുക, നീ അടങ്ങിയിരിക്കുക, നിങ്ങൾ ശബ്ദിക്കരുത്, നിന്റെ ശബ്ദം വെളിയിൽ കേൾക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഇവനൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ആ വിശ്വാസം പ്രവർത്തികമാക്കുവാൻ തക്കോണം ആഗ്രഹിച്ചപ്പോൾ അതിന് പ്രതികൂലമായിരിക്കുന്ന ഒത്തിരി ഒപ്പോസിഷൻസ് കടന്നു വന്നപ്പോൾ സ്ട്രോങ് ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏതെല്ലാം ഒപ്പോസിഷൻ കടന്നു വന്നാലും അതിൻ്റെ ഒക്കെ മുകളിൽ ഈ വിശ്വാസം പ്രവർത്തിക്കുമെന്നുള്ളത്. ഈ വിശ്വാസത്തെ അടിച്ചമർത്തുവാൻ ആർക്കും സാധ്യമല്ല. ഈ വിശ്വാസത്തെ തളർത്തിക്കളയുവാൻ ആർക്കും സാധ്യമല്ല. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതോ ഒരു സ്ട്രോങ് ഫെയ്ത്താ. ഈ സ്ട്രോങ് ഫെയ്ത്ത് എന്ത് ചെയ്തത് മറ്റൊന്നുമല്ല. അവിടെ പറഞ്ഞ വേർഡ് ഇതാണ്, യേശുവേ, ഞങ്ങൾ
തങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഇവർ നിലവിളിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാവരും മിണ്ടാതിരിക്കുവാൻ തക്കവണ്ണം അവനോട് കൽപ്പിച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ മാന്യന്മാർ ഒരുമിച്ച് നടന്നു പോകുക വഴിനീളെ. അവിടെ വെച്ച് രണ്ട് ഭിക്ഷക്കാർ മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ ഇവിടെ മാന്യന്മാരെ ചെന്ന് പയ്യെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കേണ്ടവരാ. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചില്ല, ഈ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഇവർ മിണ്ടാതിരിക്കുക എന്ന് വിളിച്ചു പറഞ്ഞതായ സ്ഥാനത്ത് ഈ രണ്ട് കുരുടന്മാർ ചെയ്തത് അവർ അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. ശ്രദ്ധിച്ചോണം, ജീവിതത്തിൽ വിശ്വാസം വെളിപ്പെടുത്തുന്ന മേഖല ഇതായിരിക്കും. ഒരു സ്ട്രോങ് ഫെയ്ത്ത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഫെയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ പ്രതികൂലങ്ങൾ കണ്ടിട്ട് പിന്നോട്ട് പോകുന്നതല്ല ഒരു സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ തന്നെ മുൻപോട്ട് കാര്യം സാധിക്കുന്നതാണ് സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കൾ, എന്ത് സംഭവിച്ചു? ഇവരോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ മിണ്ടാതിരുന്നില്ല. ഇവർ വീണ്ടും ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അവർ അധികം നിലവിളിച്ചു, അധികം നിലവിളിച്ചു. എത്രമാത്രം ഒപ്പോസിഷൻസ് കടന്നു വന്നുവോ, എത്രമാത്രം എതിർപ്പുകൾ കടന്നു വന്നുവോ, ആ സകല എതിർപ്പുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഇവർക്ക് അധികം നിലവിളിപ്പാൻ കാരണമായി തീർന്നു. എന്താ ഈ നിലവിളിച്ചതിന്റെ കാരണമെന്ന്? ഇവർ യേശു എന്നെ സൗഖ്യമാക്കുവാൻ ശക്തനല്ല എന്ന് ഇവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ സമൂഹത്തിന്റെ വാക്ക് കേട്ട് ഒരു പരിധിവരെ ചിലപ്പോൾ നിലവിളി നിർത്തിയേനമായിരിക്കാം. പക്ഷെങ്കിൽ ഇവർ ഒരു കാര്യം മനസ്സിലാക്കി, എന്നെ സഹായിപ്പാൻ കഴിവുള്ള വ്യക്തിയുടെ അടുക്കലാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. അവന് മാത്രമേ എന്നെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. അവൻ എന്നെ സഹായിപ്പാൻ കഴിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ നിലവിളിപ്പാൻ കാരണമായി തീർന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവനിൽ ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആരോഗ്യം അഥവാ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ ആർക്കും സാധ്യമായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം വഴികൾ അടഞ്ഞിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നുവോ, ആ സകല വഴികളും അടഞ്ഞിരുന്നാൽ തന്നെയും വിശ്വാസമുള്ളവർക്ക് ഒരു വഴി തുറക്കപ്പെടും. നിങ്ങൾക്കറിയാം, 4 പേര് കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിലായിരുന്നപ്പോൾ ആ ഭവനം മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. വീട്ടിലേക്ക് 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവർക്കൊരാഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ ഒന്ന് എത്തിക്കണം. യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാനായിട്ട് ഒരു മാർഗവുമില്ല. കാരണം വീട് നിറച്ച ആൾക്കാര്, ആരും തന്നെ വഴിമാറി കൊടുക്കുന്നില്ല. ഇപ്രകാരമുള്ള ഒരു പ്രതികൂലങ്ങൾ നിന്നപ്പോൾ നോർമലി ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ചിന്തിച്ചേനെയും ഇന്ന് അങ്ങോട്ട് അകത്തോട്ട് കടക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇന്ന് പോകാം, വേറൊരു ദിവസം വന്ന് യേശുവിനെ കാണാമെന്ന് ചിന്തിച്ചേനെയും. പക്ഷേ ഇവരുടെ 4 പേരുടെ പ്രത്യേകത അതല്ലായിരുന്നു. ഇവർക്ക് 4 പേർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ ഇവനെ ഒന്ന് കൊണ്ടുചെല്ലണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? വീടിൻ്റെ മേൽക്കൂര അവർ കണ്ടുപിടിച്ച് അതിൽ കൂടെ താഴോട്ട് ഇറക്കുവാൻ തക്കവണ്ണം ഒരു വഴി തുറക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കാൻ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, എല്ലാ വഴികളും അടയപ്പെട്ടാലും നിങ്ങൾക്കൊരു വഴി തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ദൈവമക്കളെ മനസ്സിലാക്കണം. ലോകം പറയും വഴിയില്ല എന്നോ, ലോകം പറയും സാധ്യമല്ല എന്നോ. പക്ഷെങ്കിൽ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ ആരോഗ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, എനിക്ക് ഈ വിടുതൽ ലഭിക്കുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമാർഗത ബോധ്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു പുതിയ വഴി തുറക്കപ്പെടുവാനിടയായി തരും. അതുകൊണ്ട് എല്ലാ വഴിയും അടഞ്ഞുവെന്ന് ചിന്തിച്ചിട്ട് ഇനിയും രക്ഷപ്പെടുവാൻ സാധ്യമല്ലെന്ന് ചിന്തിക്കുന്നവരല്ല ദൈവമക്കളെന്ന് പറയുന്നത്. വിടുവിക്കുവാൻ കഴിവുള്ളവൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിടുതൽ പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഞാൻ മടങ്ങിപ്പോകത്തുള്ളൂ ചിന്തിക്കണം. എന്തെല്ലാം എതിർപ്പുകൾ കടന്നു വന്നാലും, ചുറ്റുപാടുകളും ആരെല്ലാം എതിർത്താലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും, ഈ പ്രതികൂലങ്ങൾക്കൊന്നും എന്നെ ഒരിക്കലും തളർത്ത് കളയുവാൻ സാധ്യമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു വാക്യത്തിൽ കൂടെ ഞാൻ കൊണ്ടുപോട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. എല്ലാം നഷ്ടമായി തീർന്നു. ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 25. എന്താ ഭാഗം പറയുന്നത്? എല്ലാം നഷ്ടമായി. തനിക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നശിച്ചുപോയി. എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് മാറ്റപ്പെട്ടത്. വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ ഇയ്യോബിനൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇയ്യോബിന് പറയാനുള്ളത്? ഒന്ന് ഞാൻ അറിയുന്നു. എന്തറിയുന്നു?
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്കറിയാമോ വേർഡ് മീനിങ്? വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് വൺ ഹു റെഡീംഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ പഴയ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ളവനെന്ന്. ഇയ്യോബ് വെറുതെ അല്ല ഈ വിഷയം പറഞ്ഞത്. കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് മാത്രമല്ല ഇയ്യോബിൻ്റെ വിഷയം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അതാ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ കാരണമായി തീർന്നത്. എന്താ ഇവിടെ വന്ന വേർഡ് നിങ്ങൾക്കറിയാം? യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. എവിടുന്ന ഇയ്യോബെ നിനക്കത് പറയുവാൻ കാരണമായി തീർന്നത്? ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഒരു ഗ്രേറ്റ് ഫെയ്ത്ത്, ഇയ്യോബിൻ്റെ ജീവിതത്തിലെ വലിയ വിശ്വാസം. ഈ വലിയ വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തിയത്. ഈ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ഇടിയായിത്തീർന്നത്, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ മുൻപോട്ട് നടത്തുവാൻ ഇടിയായിത്തീർന്നത് ഇതാണെന്ന് കാണാം. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വിഷയം മനസ്സിലാക്കാം. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 34. നിങ്ങൾക്ക് മനസ്സിലായി 14 രാത്രി രാവും പകലും ഒരാഹാരം പോലും കഴിക്കാതെ ജീവിക്കുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് എഴുന്നേറ്റു എന്നുള്ള പ്രസംഗമാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ ഇവിടെ പൗലോസിന് പറയുവാനുള്ളത്? പൗലോസിന് ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു ഫെയ്ത്ത്. എന്താ വിശ്വാസം? ആ തലേ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈ പൗലോസിനോട് കാര്യം പറഞ്ഞു, പൗലോസേ നീ എന്ത് ചെയ്യണം? നിന്നെ കൈസരുടെ മുമ്പിലോ നീ നിൽക്കേണ്ടതാകുന്നു, അഥവാ നീ റോമിൽ ചെന്നെത്തേണ്ടതാണ്, നീ ഇവിടെ വെച്ച് തീരത്തില്ല. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്നോടുകൂടെ കൂടെ നിൽക്കുന്നവരെയും കൂടെ ഉണ്ടായിരിക്കുന്നവരെയും നിന്റെ ആ കപ്പലിലുള്ള സകലരുടെയും ഒരു രോമം പോലും താഴെ വീഴാതെ വണ്ണം അവരെ എല്ലാവരെയും ഞാൻ അക്കരെ രക്ഷിക്കും. ഈ രക്ഷിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്ക് ഈ പൗലോസ് കേട്ടപ്പോൾ പൗലോസ് ചെയ്തൊരു പ്രവൃത്തിയാണ് നമ്മളവിടെ കണ്ടത്. എന്താ അവിടെ കണ്ടത്? ഫസ്റ്റ് തിങ്, ആ വേർഡ് തൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തെ കൊണ്ടുപോകാനിടയായിരുന്നു. ദൈവത്തിൻ്റെ വചനമാണ് ഒരു സ്ട്രോങ് ഫെയ്ത്തിലേക്ക് നടത്തിയത്. ഈ സ്ട്രോങ് ഫെയ്ത്ത് എന്ത് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 36 വാക്യം ഒന്ന് വായിച്ചോട്ട്. 36. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട്, ശ്രദ്ധിക്കുക, ഇവിടെ അതിൻ്റെ മുകളിലത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണോ പൗലോസിൽ കൂടെ വെളിപ്പെട്ടത്. പക്ഷേ പൗലോസിൽ കൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസം പൗലോസിൽ കൂടെ വെളിപ്പെട്ടപ്പോൾ എന്ത് പറ്റി? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ധൈര്യപ്പെടുവാനായിട്ടിടയായിരുന്നു. ശ്രദ്ധിക്കണം, ഒരു ദൈവ പൈതൽ സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുന്ന മറ്റുള്ളവരും വിശ്വാസത്തിൽ വളരുവാനിടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം ആരുടെ വാക്ക് നാം കേൾക്കുന്നു എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരരുളപ്പാട് പ്രാപിച്ച് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള അരുളപ്പാട് മറ്റുള്ളവരുടെ പ്രസ്താവിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ എല്ലാവരും ശക്തിപ്പെടുവാൻ കാരണമായിത്തീർന്നു. എന്താ അതിന് കാരണമായിരുന്നത്? തൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ച ദൈവശക്തി. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആയിരിക്കും ബലഹീനരുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുവാൻ കാരണമായിത്തീർന്നത്, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ കാരണമായിത്തീർന്നത്. എന്താ ഇവിടെ വിഷയമായിരുന്നത്? ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പൗലോസ് ശക്തിയുള്ള വിശ്വാസം അഥവാ തൻ്റെതായിരിക്കുന്ന എഫക്റ്റീവായിരിക്കുന്ന ഫെയ്ത്ത് തൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നപ്പോൾ താൻ മാത്രമല്ല മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇതിൽ കൂടെ എന്ത് മനസ്സിലാക്കി? ഈ പ്രതികൂലങ്ങൾക്കൊന്നും ഇവരെ ആരെയും തളർത്തിക്കളയുവാൻ സാധ്യമായില്ല. പൗലോസിനെ ഈ പ്രതികൂലം തളർത്തിയില്ല, ഇയ്യോബിനെ ഈ പ്രതികൂലം തളർത്തിയില്ല, 2 കുരുടന്മാരെ ഈ പ്രതികൂലം തളർത്തിയില്ല. പകരം എന്ത് സംഭവിച്ചു? ഈ സകല പ്രതികൂലങ്ങളും ദൈവമക്കളെ വളർത്തുവാനിടയായിത്തീർന്നു. ശ്രദ്ധിക്കുക, ഈ വേർഡ് വിശ്വാസ ഗ്രേറ്റ് ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഒരിക്കലും തളർന്നു പോകത്തില്ല, അത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ കടൽമേൽ നടക്കുന്ന വിഷയത്തെ ഞാൻ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്താ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പത്രോസിൻ്റെ യാത്രയുടെ തുടക്കമെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫെയ്ത്ത് ആയിരുന്നു.
പക്ഷേ ഈ യാത്ര മുൻപോട്ട് കടന്നു പോയപ്പോൾ എന്തായി മാറ്റപ്പെട്ടു? ഈ സ്ട്രോങ് ഫെയ്ത്ത് ഒരു വീക്ക് ഫെയ്ത്ത് ആയിട്ട് മാറ്റി, ബലഹീന വിശ്വാസമായി മാറി. എപ്പോഴാണ് അത് വിശ്വാസമായി മാറി നിങ്ങൾക്കറിയാം? എപ്പോൾ പത്രോസ് തിരമാലകളെ കാണുവാൻ ഇടയായിത്തീർന്നുവോ, കാറ്റ് കടലിനെ നോക്കുവാൻ ഇടയായിത്തീർന്നുവോ, അപ്പോഴാണ് അത് വീക്ക് ഫെയ്ത്തായി മാറ്റപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ട്രോങ് ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെ 3 പേരുടെ കാര്യം ഞാൻ പറയുണ്ടായി. 3 പേരുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ ഇവരാരും ചുറ്റുപാടുകളെ ഗൗനിച്ചതേയില്ല. ചുറ്റുപാടുകൾ അവർക്കൊരു വിഷയമായിരുന്നില്ല. 2 കുരുടന്മാർക്ക് ചുറ്റുപാടുകൾ ഒരു പ്രശ്നമായിരുന്നില്ല. ഇയ്യോബിന് ചുറ്റുപാടുകൾ ഒരു പ്രശ്നമായിരുന്നില്ല. പൗലോസിന് ചുറ്റുപാടുകൾ ഒരു പ്രശ്നമായിരുന്നില്ല. ഒന്നേ അവർ മനസ്സിലാക്കിയുള്ളൂ, ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ദൈവം ചെയ്യുന്നതന്നെ ചെയ്യും. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത്, ദൈവം എന്നോട് ഇടപെട്ടു എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസത്തിന് ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എൻ്റെ ഒരൊറ്റ പ്രതികൂലങ്ങളും എന്നെ ആ വിശ്വാസം മാറ്റിക്കളയത്തില്ല. എന്നെ ആ വിശ്വാസം ഉറപ്പിക്കുക തന്നെ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ പറഞ്ഞ വേർഡ്, ഞാൻ അതിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ വിശ്വാസത്തിൽ കുറഞ്ഞവനാകല്ല, ഞാൻ ഉയർന്നു തന്നെ നിൽക്കും. ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ദൈവമക്കളോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും. കഴിഞ്ഞ നാളുകൾ അവർ കടന്നു പോയിട്ടുള്ള കഷ്ടതയുടെ മധ്യത്തിൽ ഒരുപക്ഷങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞു പോയെന്ന്. എന്നാൽ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലായി, ഒരു വലിയ മഴയൊക്കെ പെയ്ത് എല്ലാം ഒന്ന് ആശ്വസിക്കുന്ന ഒരു വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് നമ്മൾ അനുഭവിക്കുവാൻ കാരണമായി തീർന്നത്. അവിടെ വെച്ച് എന്ത് പറ്റിയില്ല? നമ്മുടെ വിശ്വാസത്തിൽ തീരെ നമ്മൾ ശോഷിച്ചോ നമ്മൾ നശിച്ചു പോയില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ബലപ്പെടുവാനായിട്ടിടയായി തീർന്നു. എന്താ ഇവിടുത്തെ വിശ്വാസം? സ്ട്രോങ് ഫെയ്ത്ത് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ്സ് ഗ്രോസ് അണ്ടർ പ്രഷർ. അത് പ്രതികൂലങ്ങളുടെ നടുവിൽ അത് വളരുവാനായിട്ടിടയായി തീരും. നെക്സ്റ്റ് എന്താണ്? എഫക്റ്റീവ് ഫെയ്ത്ത് ലീഡ്സ് ടു എൻഡ്യൂറൻസ്. Effective faith leads to endurance. സ്ഥിരതയിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുന്നു. സ്ട്രോങ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അഥവാ പ്രവൃത്തിയുള്ള വിശ്വാസം, ശക്തമാർഗ വിശ്വാസം, അതിനെ സ്ഥിരതയിലേക്ക് കൊണ്ട്. വായിച്ചാട്ട് ഒരു വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 3-12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ എന്താണ് ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യരുടെ ഭാഗ്യവാൻ എന്നുള്ള പദവി? 3-ാമത്തെ വാക്യം വേഴ്സ് 3. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഇറ്റ്സ് ലീഡ്സ് ടു എൻഡ്യൂറൻസ്. സ്ഥിരതയിലേക്ക് നമ്മെ നയിക്കുന്നു. സ്ട്രോങ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ എഫക്റ്റീവ് ആയിരിക്കുന്ന ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ഉള്ളിൽ എഫക്റ്റീവ് ഫെയ്ത്ത് ആണെങ്കിൽ, ആ ഫെയ്ത്തിന് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ, ആ വിശ്വാസം ഒന്ന് ശക്തിപ്പെട്ടതാണെങ്കിൽ അത് എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? സ്ഥിരതയിലേക്ക് നടത്തുന്നു. സ്ഥിരതയിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു വാക്യം, ഒരു ഭാഗം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ഇതിനാധാരമായിട്ട് വായിച്ചാട്ട് 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 35-37. ശ്രദ്ധിക്കുക നിങ്ങൾ ആ വേർഡ്. ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? താഴത്തെ വാക്യം. ശൗൽ ഒരു ചോദ്യം ചോദിച്ചു. തൻ്റെ സേനാധിപതിയോട് ശൗൽ ചോദിക്കുന്ന ചോദ്യമാണ്, അബ്നേരേ, ഈ ബാലൻ ആരുടെ മകൻ? ഞാൻ നിങ്ങളെ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ഇവിടുത്തെ വിഷയമെന്ന്? ഈ സകല ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യനാകുന്ന ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കുമ്പോൾ ഇവിടെ ഒരു ബാലൻ, ഒരു കൊച്ചു പയ്യൻ, അവൻ ഈ ഗോലിയാത്തിന് നേരെ കടന്നു ചെല്ലുക. എന്താ കടന്നു ചെല്ലുമ്പോൾ ഈ പോകുന്ന പോക്ക് കണ്ടപ്പോൾ ശൗൽ രാജാവിന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ മറ്റാരുടെയും ജീവിതത്തിന് ഇല്ലാത്തൊരു പ്രത്യേകതയാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്? എന്താ ഇവൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേകത? ഇവൻ ആരുടെ മകൻ? മറ്റുള്ളവർ നടക്കുന്ന പോലെ അല്ല നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദാവീദും ഗോലിയാത്തുമായുള്ള സംഭാഷണം നമ്മൾ വായിച്ചാലും, ദാവീദ് ശൗലിനോട് പറഞ്ഞ വാക്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും ഒരു കാര്യം നമുക്കറിയാം, ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന
ശക്തമാർഗ വിശ്വാസമാണ്. എന്തുവാ ദാവീദ് ശൗലിനോട് പറഞ്ഞത്? ഞാൻ ഒരിക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹത്തെ ഞാൻ കൊല്ലുവാൻ ഇടയായിത്തീർന്നു, ഒരു കരടിയെ ഞാൻ കൊല്ലുവാൻ ഇടയായിത്തീർന്നു. സിംഹത്തെയും കരടിയെയും കൊല്ലുവാൻ എന്നെ സഹായിച്ച ദൈവം ഈ അഗ്രചർമ്മിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ മതിയായവനാ. അവനെ കൊല്ലുവാനും ദൈവം എന്നെ സഹായിക്കും. ശ്രദ്ധിക്കണേ ഈ വേർഡ്. ഇതാണ് ദാവീദിന്റെ ഫെയ്ത്ത്. എന്താ ദാവീദിന്റെ ഫെയ്ത്ത്? ഈ അഗ്രചർമ്മിയെ എങ്ങനെ കൊല്ലുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ടല്ല ദാവീദ് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ എതിരിടുമ്പോൾ തന്നെ ദാവീദിന്റെ മനസ്സിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യം അറിയാം: ഈ അഗ്രചർമ്മിയെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലും. കൊല്ലത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല പോകുന്നത്. എന്തെങ്കിലും സംശയം ഇവൻ എന്നെ ജീവനോടെ വെച്ചേക്കത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ടല്ല പോകുന്നത്. ദാവീദ് പോകുമ്പോൾ ഒരു കാര്യം ദാവീദിന് ഉറപ്പുണ്ട്: ഈ അഗ്രചർമ്മിയായിരിക്കുന്ന ഗോലിയാത്ത് എൻ്റെ കൈ കൊണ്ട് വീഴുവാൻ ഇടയായിത്തീരും. നിനക്കെങ്ങനെ പറയുവാൻ സാധിക്കും? തൻ്റെ നടപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു എഫക്റ്റീവ് ഫെയ്ത്ത് ആരുടെ ജീവിതത്തിൽ ഉണ്ട്, അവരുടെ നടപ്പിന് ഒരു വ്യത്യാസമുണ്ട്. സാധാരണപ്പെട്ട വ്യക്തി നടക്കുന്ന പോലെ അല്ല അവർ നടക്കുന്നത്. അവരുടെ നടപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ കരങ്ങളുടെ പ്രയത്നത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? അവർക്കൊരു കാര്യം അറിയാം: എൻ്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ 100% ഞാൻ തോൽപ്പിക്കുവാൻ ഇടയായിത്തീരും. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ ശത്രുവ. ഇതൊന്നും തൻ്റെ മുൻപിൽ തനിക്കൊരു പ്രശ്നമല്ല. ഒരു കാര്യം തനിക്ക് ഉറപ്പുണ്ട്: ഞാൻ ഇതിന്മേൽ ജയമെടുക്കുവാൻ ഇടയായിത്തരും. ഞാൻ ഇതിന്മേൽ സ്ഥിരതയിലേക്ക് ഞാൻ കടന്നു പോകും. ഇതെന്നെ ഒരിക്കൽ പോലും ഭാരപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു മാറ്റം, ഈ ഒരു സ്വഭാവം, ഈ ഒരു ഫെയ്ത്ത് ദാവീദിന്റെ ജീവിതത്തിൽ വന്നതാണ്. രാജാവ് വരെ നോക്കിയപ്പോൾ ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു നടപ്പിന്റെ മാറ്റം കാണുവാൻ കാരണമായി തീർന്നത് എന്നെ ആ ഭാഗം വളരെ ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവമക്കളാകുന്നുവെങ്കിൽ, നാം ദൈവമക്കളായി ജീവിക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നടപ്പ് സാധാരണപ്പെട്ട മനുഷ്യൻ്റെ നടപ്പ് പോലെയാകരുത്. എൻ്റെയും നിങ്ങളുടെ നടപ്പിന് ഒരു ഫെയ്ത്ത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. എന്താ ഇവിടുത്തെ വിഷയം? എവിടുന്നാ ദാവീദിനെ നിനക്കത് കിട്ടിയത്? ദാവീദിന് പറയുവാൻ ഒന്നുണ്ട്: സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ, കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ ഈ അഗ്രചർമ്മിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. തൻ്റെ സ്ഥിരതയിലേക്ക് തന്നെ നടത്തിയത്, കഴിഞ്ഞ നാളുകൾ വിശ്വാസത്തിൽ നിന്നതായിരിക്കുന്ന സ്റ്റെപ്പ്, കഴിഞ്ഞ നാളുകൾ വിശ്വാസത്തിൽ നിന്നായിരിക്കുന്ന പ്രവൃത്തി, കഴിഞ്ഞ നാളുകൾ വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ ഇടയായിത്തീർന്നത് ഇന്നത്തെ തൻ്റെ പ്രവർത്തനത്തിലും സ്ഥിരതയിലേക്ക് തന്നെ നടത്തി. എൻഡ്യൂർ ചെയ്തു. കഴിഞ്ഞ നാളുകൾ, ഇന്നലെ എന്ത് സംഭവിച്ചു? ഒരു സിംഹത്തെ കൊല്ലുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവം, അതിനുശേഷം കരടിയെ കൊല്ലുവാൻ എന്നെ സഹായിച്ചു. ആ ജീവിതത്തിൽ ലഭിച്ച അനുഭവം, ആ രണ്ട് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് അഗ്രചർമ്മിയായിരിക്കുന്ന ഗോലിയാത്തിനെ കണ്ടുകൊണ്ട് ദാവീദിനൊന്ന് പറയുവാനുണ്ട്: ഇവനെയും ഞാൻ കൊല്ലും, ഇവനെയും ഞാൻ നശിപ്പിക്കും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്നാണെന്ന് അറിയാമോ? കഴിഞ്ഞ നാളുകൾ ദൈവം വിടുവിച്ച വിടുതലിനെ ഒന്ന് ഓർത്താൽ, ഇന്നത്തെ കഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് ഒന്ന് പറയണം: ഇന്നലെ എന്നെ വിടുവിച്ചവൻ, ഇന്നലെ എനിക്ക് ജോലി തന്നവൻ, ഇന്നലെ എനിക്ക് ആഹാരം സ്വർഗ്ഗത്തിൽ തന്നവൻ, ഇന്നലെ എന്നെ നടത്തിയവനാകുന്ന കർത്താവ്, ഇന്നലെ എൻ്റെ ഇന്ന രോഗത്തെ സൗഖ്യമാക്കിയവൻ, ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ശക്തൻ. എന്നെ അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. എൻ്റെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല എങ്കിൽ, എൻ്റെ ദൈവം മാറാത്തവനാകുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളിലുമുള്ള സ്ട്രോങ് ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, അതൊരു സ്ഥിരതയിലേക്കാണ് നടത്തുന്നത്. യാതൊരു ചഞ്ചലിപ്പും അവിടെ ഉണ്ടാകത്തില്ല. യാതൊരു വിധമായിരിക്കുന്ന ഒരു പ്രയാസങ്ങളും അവിടെ വരികയില്ല. മറിച്ച് വേറെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 11 അതിൻ്റെ 4 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാൽ 4 to 6. ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ജനം ആര്? ഈ ജനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് മിസ്രൈമിൻ്റെ അധികാരത്തിൽ കിടന്ന് ഇരുന്നായിരിക്കും ജനം, ഫറവോന്റെ കൈകൾ കിടന്നായ ജനം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മോശ മുഖാന്തരമായി കാണിച്ച് ഫറവോന്റെ കയ്യിൽ നിന്ന്, മിസ്രൈമിൻ്റെ അധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ വെളിയിലോട്ട് കടന്നു വന്നവർ മുൻപിൽ കടന്നു വന്നു. ചെങ്കടൽ നിൽക്കുന്ന സ്ഥാനത്ത് ചെങ്കടൽ ഉണങ്ങിയ നിലമായി വിഭാഗിക്കപ്പെട്ട് ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു വന്നവർ. ഇവരവിടെ മാത്രമല്ല, ഇവർ വഴിനീളം മുൻപോട്ട് കടന്നു വരുമ്പോൾ ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഭോജനം മന്ന തിന്ന് ജീവിച്ചതായിരിക്കുന്ന ഒരു ജനം.
ഒന്നും രണ്ടും അത്ഭുതങ്ങളല്ല ഇവരുടെ ജീവിതത്തിൽ കണ്ടത്, അനേകം മടങ്ങ് അത്ഭുതങ്ങൾ കാണുകയെ. അവർ മുകളിലോട്ട് നോക്കിയാൽ അത്ഭുതം, താഴോട്ട് നോക്കിയാൽ അത്ഭുതം. മുകളിലോട്ട് നോക്കിയാൽ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. താഴോട്ട് നോക്കിയാൽ അവരുടെ ചെരുപ്പ് ഇതുവരെ ജീർണമായിട്ടില്ല. എവിടെ നോക്കിയാലും അത്ഭുതങ്ങൾ തന്നെ അവർ കാണുന്നത്. ചുറ്റുപാടിൽ നോക്കിയാൽ അത്ഭുതം, എവിടെ നോക്കിയാലും അത്ഭുതങ്ങൾ മാത്രം കണ്ട ജനമാണോ? ഇവിടെ എന്ത് സംഭവിച്ചോ? ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, ഞങ്ങൾക്ക് ഇറച്ചിയാർ തിന്മാൻ തരും. എന്താ വിഷയം? നിങ്ങൾ മനസ്സിലാക്കണം. ദാവീദിന്റെ ജീവിതം നിങ്ങൾ ചിന്തിച്ചോണം. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചവൻ ഈ അഗ്രചർമ്മിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എന്താ പറയുവാനുള്ളത്? ഇസ്രായേൽ മക്കൾക്ക് ഒന്നേ പറയുവാൻ, ഇത്രയും അത്ഭുതം കണ്ടിട്ട് അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് ഇറച്ചിയാർ തരും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ നാളുകളൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ അവരെ എവിടെ കൊണ്ട് നിർത്തണമായിരുന്നു? ദൈവം ഇറച്ചി തരുവാൻ ശക്തനെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു. ദൈവം ഇത് തരുവാൻ ശക്തൻ. ഇതിനകത്തൊരു വലിയ ആത്മീയ മർമ്മമുണ്ട്. വായിച്ചിട്ട് 4-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ ആ ഭാഗം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ, സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രയേൽ മക്കളും നമ്മൾ വായിച്ചത് 11th chapter verse number 4, Numbers chapter 11 verse 4. ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞു വന്നത്. എന്താ അവിടെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? ആ വേർഡ് പറയുന്നു, അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. അപ്പോൾ ഇവരുടെ നടുവിൽ ആരുണ്ടായിരുന്നു? ഒരു സമ്മിശ്ര ജാതി കൂടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ ചോരത്തളി കൊണ്ട് സംഹാരകൻ എല്ലാ ഭവനങ്ങളെയും നശിപ്പിച്ചതായ സമയത്ത് നശിപ്പിക്കാത്തതായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ കണ്ടിട്ട് അവരെ രക്ഷിച്ച ഒരു യഹോവയുണ്ടെന്ന് മനസ്സിലാക്കി, ആ യഹോവയോടുകൂടെ കൂടുന്നതാണ് നന്മയെന്ന് മനസ്സിലാക്കി ഇറങ്ങിത്തിരിച്ച കുറച്ച് മിസ്രൈമർ കൂടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ, ഇറങ്ങിത്തിരിച്ചപ്പോൾ 6 ലക്ഷം പുരുഷന്മാരടങ്ങിയതായിരിക്കുന്ന യഹൂദ സംഘത്തിൽ കുറച്ച് അന്യജാതിക്കാരുമുണ്ടായിരുന്നു. കുറച്ച് അന്യജാതിക്കാരും കൂടെ പോന്നു, ദൈവജനത്തോടു കൂടെ ചേർന്ന് വന്നു, സമ്മിശ്ര ജാതി. പക്ഷേ ഈ സമ്മിശ്ര ജാതിക്ക് എന്ത് സംഭവിച്ചു? അവരാരായിത്തീർന്നു? അവർ ദുരാഗ്രഹികളായി. ശ്രദ്ധിച്ചോണെ, കൂടേണ്ടവരോട് കൂടി നടന്നില്ലെങ്കിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ മുഴുവൻ പഠിക്കും. എന്താ ഇവിടുത്തെ വിഷയം? സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളല്ല ആദ്യം പാപം ചെയ്തത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. എന്നിട്ട് പറയുമ്പോൾ ഇസ്രായേൽ മക്കളും ആരും കൂടെ ചേർന്നു. ആരോടുകൂടെ? അവരോടുകൂടെ. ആരായി ഇസ്രായേൽ ജനം? വിശ്വാസത്തിൽ നിൽക്കേണ്ടവർ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ കരങ്ങൾ കണ്ടതായിരിക്കുന്ന ജനം, ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, അവർ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ കരങ്ങൾ തന്നെ അവർക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ അവരെ കണ്ടത് അതല്ല. അതിന് കാരണം എന്നാണെന്ന് അറിയാമോ? എന്ത് സംഭവിച്ചു? സമ്മിശ്ര ജാതിയുടെ വാക്ക് കേട്ട് നടക്കുവാൻ ഇടിയായിത്തീർന്നത് ദുരാഗ്രഹികളാക്കി മാറ്റുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രബോധനം ഞാൻ പ്രബോധിപ്പിക്കട്ടെ. വേണ്ടാത്ത കൂട്ടുകാരോടുകൂടെ നിന്നു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസം വെളിപ്പെടത്തില്ല. നിൽക്കേണ്ടവനോടുകൂടി നിന്നെങ്കിൽ മാത്രമേ നിന്റെ വിശ്വാസം ശക്തിപ്പെട്ട് വളരുകയുള്ളൂ. ഇല്ലായികൾ എന്ത് സംഭവിക്കും? നിന്റെ വിശ്വാസം മറ്റുള്ളവരോട് കൂട്ടിക്കഴിയുമ്പോൾ, ഇല്ല ഇത് നടക്കത്തില്ല, ഇത് ദൈവത്തെ കൊണ്ട് സാധ്യമല്ല, ഇങ്ങനൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ഇങ്ങനൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നാൽ ഒരു ദൈവപൈതലിനെ വിളിച്ച് ചോദിക്കുക, അവന് പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചുവെങ്കിൽ അവൻ അപ്രകാരം തന്നെ ചെയ്യും. എവിടെ വന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. ദുരാഗ്രഹികളായി തീർന്ന അസമ്മിശ്ര ജാതിയോടുകൂടെ കൂട്ടിച്ചേർന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, അവർക്ക് ഒരേ ആഗ്രഹമുള്ളൂ, ഞങ്ങൾക്ക് ഇറച്ചി ആ തിന്മാൻ തരും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, ഒരു മാസം മുഴുവനും നിങ്ങൾക്ക് ഞാൻ ഇറച്ചി തിന്നുവാൻ തരും. എന്നിട്ട് ദൈവം പറഞ്ഞൊരു വേർഡുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അത് നിറഞ്ഞ് നിങ്ങളുടെ മൂക്കിൽ കൂടെ വെളിയിൽ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് സമൃദ്ധി പ്രാപിച്ചിട്ട് ഓക്കാനിക്കേണ്ട അവസ്ഥ വരെ നിനക്ക് ഞാൻ ഇറച്ചി തരുമെന്ന് ആ ദൈവം കൽപ്പിച്ചേ. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം ആശ്ചര്യമായിട്ട് അത് ചെയ്തു.
അത് പ്രവർത്തിച്ചു. അവിടെ ഇടയുള്ള ആർക്ക് ജനത്തെ ദൈവം നശിപ്പിച്ചു. എന്തുകൊണ്ടാണ് ദൈവം നശിപ്പിച്ചത്? ദൈവത്തിന് കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാണ്. എന്ത് സംഭവിച്ചു? വിശ്വാസത്താൽ ചോരത്തളി ആചരിച്ച് ഇറങ്ങിത്തിരിച്ച ജനമാണോ ഇപ്പോൾ ദുരാഗ്രഹികളായി വിശ്വാസമില്ലാത്തവരായി ഞങ്ങൾക്ക് ആരയച്ചു തരുമെന്ന് ചോദിക്കുവാൻ കാരണമായി തീർന്നത്? എന്താ സംഭവിച്ചത്? ഇന്നലെ കണ്ട വിശ്വാസം, ഇന്നലെ കണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നവരെ സ്ഥിരതയിലേക്ക് നടത്തിയില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ദൈവം നിങ്ങളെ വിടുവിച്ച വിടുതൽ, ഇന്നലെ ദൈവം എന്നെ എവിടുന്ന് രക്ഷിച്ചു, ഇന്നലെ ദൈവം ഏതവസ്ഥയിൽ എന്നെ മാറ്റിയെടുത്തു, ഇന്നലെ ദൈവം എന്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം. കഴിഞ്ഞ നാളുകൾ അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഉടുപ്പിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുവാൻ 5 പൈസ ഇല്ലാതിരുന്നതായിരിക്കാം. എന്നാൽ ഇന്നത്തെ വിഷയം 10,000-ൻ്റെ കണക്കായിരിക്കാം പറയുവാനുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ദൈവത്തിന് 5 പൈസയും എൻ്റെ ദൈവത്തിന് 10,000-ഉം ഒരുപോലെ മാത്രമാണ്. ദൈവത്തിന് മുൻപിൽ അത് രണ്ട് വിഷയമല്ല. ഒന്നേ ദൈവവേദന മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇന്നൊരു പക്ഷേ ഇന്നലെ നിന്റെ മുമ്പിൽ നിന്നൊരു സിംഹമായിരിക്കാം, ഇന്നലെ നിന്റെ മുമ്പിൽ നിന്നൊരു കരടിയായിരിക്കാം, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അഗ്രചർമ്മിയായിരിക്കുന്ന ഗോലിയാത്തായിരിക്കാം. എന്നാൽ നിന്റെ മുൻപിൽ അതൊരു വിഷയമല്ല. സിംഹത്തെ നീ കൊല്ലുവാൻ ഇടിയായിത്തീർന്ന പോലെ, കരടിയെ കൊല്ലുവാൻ ഇടിയായിത്തീർന്ന പോലെ ഈ അഗ്രചർമ്മിയെ നീ കൊല്ലുക തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, അഗ്രചർമ്മിയുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദാവീദിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അനുഭവം ഇതായിരുന്നു. ദാവീദ് പേടിത്തൊണ്ടനായിട്ടല്ല അങ്ങോട്ട് കടന്നു ചെന്നത്. ദാവീദ് പൂർണ്ണമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഇന്നലെ എന്നെ വിടുവിച്ച ദൈവം ഇന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഗ്രേറ്റ് ഫെയ്ത്തിൻ്റെ പ്രത്യേകത. എന്തായിരിക്കും അവിടെ വെളിപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ദാനിയേൽ എന്താ വളരെ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുവാൻ ഇടിയായിത്തീർന്നവൻ, പ്രതികൂലങ്ങൾ ഒത്തിരി കടന്നുപോയി, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അനുഭവിച്ചവൻ. എന്നാൽ ഒരു പ്രതിസന്ധി തൻ്റെ മുമ്പിൽ കടന്നു വരികയാണ്. രാജ്യത്തൊരു നിയമം സ്ഥാപിച്ചു. ആ നിയമം മറ്റൊന്നുമല്ല, രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ല. 1 മാസത്തെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ എന്ത് ചെയ്തു? താൻ പതിവ് പോലെ ദിവസം 3 പ്രാവശ്യം തൻ്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് താൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. അതിൻ്റെ അർത്ഥം കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കണമെന്നല്ല. അങ്ങനെയുള്ളവരത് മാറ്റിയേക്കണം. നമ്മുടെ ദൈവത്തിന് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം സെയിമാണ്. എന്താ ഇവിടുത്തെ വിഷയം? ദാനിയേൽ എന്ത് ചെയ്തു? താൻ പതിവ് ചെയ്തു വന്നതുപോലെ, ഇറ്റ്സ് മൈ റൊട്ടീൻ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തൻ്റെ മുമ്പിൽ ഒന്നുമില്ല. രാജകൽപ്പനയുണ്ട്, കൊല്ലുവാൻ കൽപ്പനയുണ്ട്. പക്ഷേ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലത്. ദാനിയേലിനെ ഒരു രീതിയിലും ബാധിച്ചില്ല. ഇത്രമാത്രം ടെൻഷൻ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ഇത്രമാത്രം പ്രതികൂലങ്ങളിൽ കൂടെയാണ് താൻ കടന്നു പോകുന്നതെങ്കിലും, ദാനിയേലിൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ? ഒരു രാജാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, രാജാവേ, നീയാണ് ഈ ജനത്തെ നഷ്ടപ്പെടുത്തുന്നത്, ഈ ദേശം ശാപഗ്രസ്തമാകുവാൻ നീ ആ കാരണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി രാജാവിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് വിറച്ചുകൊണ്ട് ഗുഹയുടെ മുഖത്ത് കടന്നിരുന്നുവെങ്കിൽ ആ ഗുഹാമുഖത്ത് കടന്നിരിക്കുവാനുള്ള കാരണം വിശ്വാസമില്ലാഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന വ്യക്തിയെ മനസ്സിലായല്ലോ. ഞാൻ പ്രവാചകനാകുന്ന ഏലിയാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ വിശ്വാസമില്ലാതിരുന്നോട് കടന്നുപോയി. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏലിയാവിൻ്റെ ആദ്യത്തെ കാലത്തെ നിങ്ങൾ നോക്ക്. രാജാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, രാജാവേ, നീയാണ് ജനത്തെ കഷ്ടപ്പെടുത്തുന്നത് ധൈര്യമായിട്ട് പറയുവാൻ ചങ്കൂറ്റമുണ്ടായിരുന്നു. എന്താ ഈ ചങ്കൂറ്റം കിട്ടിയത്? ദൈവമാണ് എന്നെ അയച്ചെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നെ സ്ഥിരതയിലേക്ക് നടത്തിയത്. മറ്റേതെന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരമായിട്ട് രാജ്ഞിയുടെ മുഖത്തേക്ക് നോക്കിയതാ. ഏലിയാവേ, നീ ഇന്ന് ഗുഹയുടെ മുഖത്തിരിക്കുവാൻ കാരണമായി തീർന്നതോ? കേൾക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നോത്തോണേ, എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എന്തിലേക്ക് എന്നെ നടത്തുന്ന ഒരു സ്ട്രോങ് ഫെയ്ത്ത് ആണെങ്കിൽ അതൊരു സ്ഥിരതയിലേക്ക് എന്നെ നടത്തും. ഒരിക്കലും ചഞ്ചലിച്ച് പോകത്തില്ല, ഒരിക്കലും ഭാരപ്പെടുവാൻ ഇടയാകത്തില്ല, ഒരിക്കലും വേദനിക്കുവാൻ ഇടയാകത്തില്ല. നിങ്ങൾക്കറിയാം, ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രശ്നം കടന്നു വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയുക,
കാരണം വളരെ ഭാരത്തോടുകൂടെ പ്രയാസത്തോടുകൂടി തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. വിഷയമൊന്നുമില്ല, വീട്ടിൽ നിന്നൊരു എഴുത്ത് വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സ്ട്രോങ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് എന്തിലേക്കാണ് നടത്തുന്നത്? സ്ഥിരതയിലേക്ക്. ആ സ്ഥിരത എന്ത് ചെയ്യുന്നു? ഇന്നലെ എന്നെ വിടുവിച്ചവൻ ഇന്നെന്നെ വിടുവിക്കും. ഇന്നലെ എന്നെ വിടുവിച്ചവൻ ഇന്നെന്നെ വിടുവിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകത്തില്ലെന്നല്ല, ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും തളർന്നു പോകേണ്ട സിറ്റുവേഷൻസ് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഞാൻ ഒന്ന് മനസ്സ് വെക്കാറുണ്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, ഇന്നലെ എന്നെ വിടുവിച്ച ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക. ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ കുറഞ്ഞുവെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കാറുണ്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, ഏത് സ്ഥലത്തു നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായി നോക്കാൻ. ഞാൻ ആ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉള്ളം ദൈവത്തോടുള്ള നന്ദിയാൽ നിറയപ്പെടുന്ന എനിക്കറിയാം. കാരണം എന്നെ വിളിച്ചത് അവിടുന്ന്, എന്നെ വെട്ടിയെടുത്ത പാറ അവിടുന്ന്, കഴിഞ്ഞ നാളുകളിൽ എന്നെ രക്ഷിച്ചത് അവിടുന്ന്. ആ ദൈവം ഇന്നും രക്ഷപ്പെടുത്തുവാൻ ശക്തൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് പിന്നോട്ട് നോക്കണം. ഇന്നത്തെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കുക. ഇന്നലത്തെ പ്രശ്നം മുട്ടുവേദനയായിരിക്കുക. മുട്ടുവേദനയിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ ഇന്നത്തെ കൈയുടെ വേദന വിടുവിക്കുക തന്നെ ചെയ്യും. അതായിരിക്കണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അതായിരിക്കണം എൻ്റെ ഇതും. പെട്ടെന്ന് പോട്ടെ. 3, എഫക്റ്റീവ് ഫെയ്ത്ത്. Effective faith has hopeful anticipation. Effective faith has hopeful anticipation. Hebrews 11:1. Praise God. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ആശിക്കുന്നൊരു ഉറപ്പാണ്. ആശിക്കുന്നു. That's confirmed. എന്തുവാ കൺഫേം? എനിക്കത് കിട്ടും. ഞാൻ ആ ശുഭതമകത്തെത്തും. ഞാൻ ഇവിടെ വെച്ച് നശിച്ചു പോകത്തില്ല. ഞാനത് തീർച്ചയായിട്ടും ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഫെയ്ത്ത്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഫെയ്ത്ത് ഇതായിരുന്നു. നീ കടൽമേൽ ഇറങ്ങി നടക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു, നീ അക്കരെ ചെല്ലും. വഴി വെച്ച് നിന്നെ താഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ഒരു ചിന്ത വേണമായിരുന്നു. ഈ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുവാൻ ഈ ദൈവം ശക്തനായിരുന്നുവെങ്കിൽ അവൻ വാഗ്ദത്തത്തെ കൊണ്ട് എത്തിക്കുവാൻ അവൻ ശക്തനാണെന്ന്. എന്താ ഇല്ലാതിരുന്നത്? അതാ. ഇതാണ് വിശ്വാസം നഷ്ടപ്പെട്ടത്. ഇറങ്ങിത്തിരിച്ചപ്പോൾ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ നിറവേറ്റപ്പെടൽ, നിവർത്തീകരണത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും അവർക്കില്ല. എനിക്കത് പ്രാപിക്കുവാൻ സാധിക്കുമോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. പലരുടെയും ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഇതാണോ? ഇത് സംഭവിക്കുന്നത് വീക്ക് ഫെയ്ത്ത്. വിശ്വാസമില്ലെന്നല്ല, വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശക്തനാണെങ്കിൽ ഈ വേർഡ് ഏത് കാലം വരെ വരുമെന്നറിയാമോ? ഏത് കാലം വരെ വരുമെന്നറിയാമോ? ഈ വിടുതൽ പ്രാപിക്കുന്നിടം വരെ. കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കും, എന്താ എനിക്കിതുവരെ വിടുതൽ തരാത്ത? ഇതിൻ്റെ അർത്ഥം ബലഹീന വിശ്വാസമാണ്. വിശ്വാസം ബലഹീനമായി പോയി. വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കൽ പോലും ആ വാക്ക് നാവിൽ കൂടെ കടന്നു വരത്തില്ല. എന്താ വിശ്വാസത്തിന് പറയുവാനുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരും. വിശ്വാസം എന്നത് ആശിക്കുന്നൊരുറപ്പ്. ഞാനത് കാണുകയാണ്, ഞാനത് മനസ്സിലാക്കുകയാണ്. വാഗ്ദത്ത നാട്ടിൽ ഞാൻ ചെന്നെത്തുന്നത് കാണുകയാണ്. ദൈവം എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് ഞാൻ കാണുകയാണ്. ദൈവം എന്നെ ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വാസ കണ്ണോട് കാണുകയാണ്. എനിക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട്? ദൈവം എന്നോട് കൽപ്പിച്ചു. ദൈവം എന്നോട് കൽപ്പിച്ചു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ വിശ്വാസം എന്നത് ആശിക്കുന്നൊരു ഉറപ്പാണ്. അത് ഒന്ന് ഉറപ്പിച്ചങ്ങ് നിൽക്കണം. ഒരു ഉറപ്പുണ്ടാകണം. ഞാനിത് പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാനിത് അനുഭവിക്കുക തന്നെ ചെയ്യും. എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇതെൻ്റെ കൈകൊണ്ട് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഓർപ്പിക്കട്ടെ, ചില കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ ഇത് കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ആഗ്രഹിക്കുന്ന പ്രശംസനീയമാകുന്ന ഒരു വിശ്വാസം നമുക്കില്ലെന്നുള്ളതാണ്.
എന്താ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത? വായിച്ചോട്ടെ 2 Corinthians chapter 1 verse 20. അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ എന്തേ ഉള്ളൂ? വാഗ്ദത്തം ഒത്തിരിയുണ്ട് ദൈവത്തിൻ്റെ. പക്ഷേ എല്ലാ വാഗ്ദത്തങ്ങളെ എടുത്താലും ദൈവത്തിന് ഒന്ന് പറയാനേ ഉള്ളൂ, എന്തുവാ? അതുകൊണ്ട് ഞാൻ എന്തോ പറയണം? ഞാൻ ആ വാഗ്ദത്തത്തെ നോക്കൊണ്ട് ആമേൻ പറയണം. എന്തുവാ ആമേൻ? അതേ അപ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന് ഊവെന്നേ ഉള്ളൂ. എനിക്കത് ആമേനായി മാറണം. എനിക്കത് ആമേനായി തീർന്നെങ്കിൽ മാത്രമേ എന്നിൽ കൂടെ ദൈവനാമ മഹത്വം എടുക്കത്തുള്ളൂ. എൻ്റെ രോഗത്തിൽ നിന്ന് ദൈവം വിടുവിക്കുവാൻ ശക്തനെന്നുള്ളത് ഞാനത് ഏറ്റെടുക്കുമ്പോൾ, എന്നെ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം ഞാൻ എടുത്ത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വാഗ്ദത്തം ഞാൻ സ്വീകരിച്ച് ഞാനത് പരിപൂർണമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ കൂടെ വ്യാപരിക്കുന്നത് നാളെ ദൈവത്തിൻ്റെ മഹത്വമാണ്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താ വേണ്ടത്? എനിക്കും നിങ്ങൾക്കും മുൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അത് വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റപ്പെടും. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത് വാഗ്ദത്തം ലഭിക്കാഞ്ഞിട്ടല്ല, വാഗ്ദത്തം നിലനിൽക്കാഞ്ഞിട്ടാണ്. വാഗ്ദത്തമുണ്ട്. നിങ്ങളോടൊക്കെ ഇപ്പം ഞാൻ ഒന്ന് എഴുന്നേറ്റ് വാഗ്ദത്തം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും പറയാൻ പോകുന്നത് ദൈവം നിങ്ങളെ എങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ദൈവം തന്നിരിക്കുന്ന പ്രോമിസസ് ആ നിങ്ങൾ എഴുന്നേറ്റ് പറയുവാൻ പറ്റുന്നു. എവിടം വരെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താ വിഷയം? എവിടെ പോയി? എന്താ അതിന് കാരണമായി തീർന്നത്? കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ വാക്കിന് കഴിവില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ ഞാൻ വല്ലപ്പോഴും ഓർക്കുന്നത് ഈ വാഗ്ദത്തങ്ങളൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ്, അല്ലേ? അല്ലാത്തപ്പോൾ നമ്മളിത് ഓർക്കത്തില്ല. ഞാൻ ഇന്ന് രാത്രി ദൈവസന്നിധാനത്തിൽ നിന്ന് രാവിലെ സമയത്ത് ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് ഓർത്ത്, ഞാൻ ചിന്തിച്ചത്. ദാവീദിൻ്റെ മകനാകുന്ന ശലോമോന് വെളിപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ശലോമോൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ പ്രായം കുറഞ്ഞവനാണ്, എനിക്ക് ഈ ജനത്തെ നയിപ്പാൻ എനിക്ക് അറിയത്തില്ല, നീ ഒരു ജ്ഞാനമുള്ളൊരു ഹൃദയം നീ എനിക്ക് തരണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഈ ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. എന്താ പ്രസാദമാകാൻ കാരണം? ഏത് വേലയ്ക്ക് വേണ്ടി ദൈവം നിർത്തിയോ അതാണ് ശലോമോൻ ചോദിച്ചത്. നമ്മളോട് ചോദിച്ചാൽ, ദൈവം ആ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്തോ പറഞ്ഞേനെ? ദൈവം ശലോമോനോട് ചോദിച്ച ചോദ്യം ഇതാ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചോളാൻ പറഞ്ഞു. ഇഷ്ടം പോലെ ചോദിക്കാമായിരുന്നു. പക്ഷേ ശലോമോൻ ചോദിച്ച ഒറ്റ കാര്യം. എന്താ ചോദിച്ചത്? ദൈവം തന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ അതിന് വേണ്ട കൃപ. ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയോ നിങ്ങൾ? നമ്മളോട് ദൈവം എന്ത് ചോദിച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭൗതിക 100 കൂട്ടം വിഷയങ്ങൾ. അതുകൊണ്ട് എന്ത് വരുന്നു? ഒന്നും കിട്ടുന്നില്ല. പക്ഷെ എന്താ ആവശ്യമായിരിക്കുന്നത്? ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന വേലയ്ക്ക് വേണ്ടിയുള്ള ആ ചിന്ത, ആ ഒരു കൺസേൺ. ഞാൻ അതാണ് ഇന്ന് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എൻ്റെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വേലയെക്കുറിച്ചുള്ളൊരു കൺസേൺ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ കൺസേൺ എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ദൈവത്തോട് ചോദിക്കത്തുള്ളൂ. ആ കൺസേൺ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു പലതും ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് കൺസേൺ ഉള്ള കാര്യമാണ്, അല്ലേ? പക്ഷെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൺസേൺ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വന്ന ചാൾസ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖത്തോട്, ഞാൻ വണ്ടി ഓടിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് തിരിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ടെൽ മീ, ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയായിരുന്നു? നിനക്ക് എന്തോ പറയാനുള്ളത്? ഞാൻ ആഹപ്പാടെ വല്ലാതായി. കാരണം ഒറ്റ മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്, ഞാനിതൊന്നും ഓർത്തില്ല, യേസ് എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി എന്നോട് പറഞ്ഞു, യെസ്, മനസ്സിലായി, യു ആർ നോട്ട് പ്രിപ്പയർഡ്.
ഞാൻ പറഞ്ഞു വന്ന വേർഡ് മനസ്സിലായോ? ഇങ്ങനൊരു ചോദ്യം ദൈവം ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും യേസലായിരിക്കും തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു വന്നത്. വി ആർ നോട്ട് പ്രിപ്പേർഡ്. ഇതെൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പ്രിപ്പേർഡ് ആയിരുന്നേനേയും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം 4 വാക്ക് പറഞ്ഞു കൊടുത്തേനേയും. പക്ഷേ എന്താ പറയാഞ്ഞത്? എനിക്കതിനെക്കുറിച്ചുള്ള കൺസേൺ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന പോലും എനിക്കറിയത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വീക്ക് പോയിന്റ്സ് ഇതാ. ദൈവം നമ്മളെക്കുറിച്ച് ഒത്തിരി കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, ഒത്തിരി നമ്മളെ പരമേൽപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്കതിനെക്കുറിച്ച് യാതൊരു കൺസേണുമില്ല. അതുകൊണ്ട് എന്തു വരുന്നില്ല? അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. മൊത്തം അടിച്ച് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ആത്മീയമായിട്ട് നീ ഒന്ന് അനുഗ്രഹിക്കണമേ. ഇതേ ഉള്ളൂ അല്ലേ? എന്നിരുന്നാലും ഇതാ പ്രാർത്ഥന, കർത്താവേ എന്നെ ഒന്ന് ഏത് ലെവലിലാണ് അനുഗ്രഹിക്കേണ്ടത്, ഏത് രീതിയിലാണ് അനുഗ്രഹിക്കേണ്ടത്, ഇതൊന്നും നമുക്കറിയത്തില്ല. അറിയണമെന്നുള്ള താല്പര്യവും നമുക്കില്ല. എന്തുവാ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത്, എന്തുവാ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്റ്റ് ചെയ്തത്, അത് മനസ്സിലാക്കാനൊരു താല്പര്യവുമില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നില്ല. ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വിഷയം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവൻ ലൂവ് എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ഷരീയമായി സംഭവിക്കും. ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറയുന്നു. 2 പത്രോസിന്റെ ലേഖനം, ആ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 2 Peter chapter 1 verse number 9 വാക്യം പറയുന്നു, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ഇതുവരെ നേരം വെളുക്കുകയും ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളോ. ആ പ്രവാചക വാക്യം ഇരുട്ടത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിക്കൊണ്ടാൽ കൊള്ളാമെന്ന്. എന്താ വാക്കിൻ്റെ അർത്ഥമെന്നറിയാമോ? അത് കർത്താവായ യേശുവിൻ്റെ വരവിനെ അച്ചുകൊണ്ടി കാണിക്കുന്നത്. പക്ഷേ ഈ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എന്താ വാക്കിൻ്റെ അർത്ഥമെന്ന് അറിയാമോ? ദൈവം എനിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, അത് നിറവേറ്റപ്പെടുന്ന ദിവസം വരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ആ വാഗ്ദത്തം ഞാൻ കണ്ടോണമെന്ന്. ആ വാഗ്ദത്തമായിരിക്കണം എൻ്റെ മുൻപിൽ ഉണ്ടാകേണ്ടത്. ആ വാഗ്ദത്തമാണ് ഞാൻ കാണേണ്ടത്. അതിൻ്റെ നിവർത്തീകരണമാണ് ഞാൻ കാണേണ്ടത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ കാണേണ്ടത്. ഇത് എന്നിൽ സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇത് ദൈവം തീർച്ചയായിട്ടും നിറവേറ്റപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? എൻ്റെ വിശ്വാസം എന്തായി മാറ്റപ്പെടും? ഒരു ബലഹീന വിശ്വാസമായി മാറ്റപ്പെടും. അതുകൊണ്ട് എന്ത് വരത്തില്ല? ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടത്, ഈ ദിവസങ്ങൾ വേണ്ടത് ശക്തിയുള്ള വിശ്വാസം. ബലഹീന വിശ്വാസത്തെ ഒന്ന് കുടച്ചു മാറ്റി കളഞ്ഞിട്ട് ഈ നാളുകൾ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് നന്ദി കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയാട്ടോ. അതാണ് അബ്രഹാം ചെയ്തത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഒരുക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ